എല്ലാവർക്കും മെഷീൻ ടൂൾസിലെ മൊഡ്യൂൾ 1-ലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് കുറേയധികം കാര്യങ്ങൾ പഠിച്ചു വച്ചിട്ടുണ്ട്. നമുക്കിനി അതിൽ പ്രധാനപ്പെട്ട ഒരു ചെറിയ ടോപ്പിക് കൂടിയാണ് നമുക്കതിൽ വരുന്നുണ്ടായിരിക്കും. അതും കൂടി കഴിയാൻ നമ്മുടെ ആ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കതിൽ നോക്കാനുള്ളത് നമ്മുടെ ലെയ്ത്തിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വർക്ക് ഹോൾഡിംഗ് ഡിവൈസിനെ കുറിച്ചാണ്. ഓക്കെ, വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് യൂസ്ഡ് ഇൻ ലെയ്ത്ത്. ഓക്കെ, അപ്പോൾ അതിൽ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ അങ്ങനെ ഡയറക്റ്റ് വർക്ക് ഹോൾഡിംഗ് ഡിവൈസിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല. പക്ഷേ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ നോക്കാം. നമുക്ക് 7 മാർക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അവിടെ കാണുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ വിത്ത് നീറ്റ് സ്കെച്ച് എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്പ് മാൻഡ്രൽ ആൻഡ് എക്സ്പാൻഷൻ മാൻഡ്രൽ യൂസ്ഡ് ഇൻ ദ ലെയ്ത്ത്. അപ്പോൾ ലെയ്ത്തിൽ യൂസ് ചെയ്യുന്ന സ്റ്റെപ്പ് മാൻഡ്രലിനെ കുറിച്ചും എക്സ്പാൻഷൻ മാൻഡ്രലിനെ കുറിച്ചാണ് ചോദിച്ചുള്ളത്. അപ്പോൾ അത് ചെറിയൊരു നമ്മുടെ വർക്ക് ഹോൾഡിംഗ് ഡിവൈസിലൊക്കെ വരുന്ന ചെറിയൊരു ഭാഗമാണ് ഈ സ്റ്റെപ്പ് മാൻഡ്രലും അതുപോലെ തന്നെ എക്സ്പാൻഷൻ മാൻഡ്രലും. അപ്പോൾ നമുക്കതിൻ്റെ 7 മാർക്കിനാകുമ്പോൾ അതിൽ 3.5 വീതമായിരിക്കും മിക്കവാറും മാർക്കിൻ്റെ ഒരു സ്പ്ലിറ്റപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് സ്റ്റെപ്പ് മാൻഡ്രൽ വരച്ച് അതിൻ്റെ ഒരു ചെറിയൊരു ഡെഫിനിഷനും അല്ലെങ്കിൽ ചെറിയൊരു വർക്കിങ്ങും എഴുതിയാൽ നമുക്ക് 3.5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ബാക്കി അതേപോലെ തന്നെ എക്സ്പാൻഷൻ മാൻഡ്രലും അതിനെക്കുറിച്ച് വളരെ ചെറിയൊരു ഫിഗറാണ് വരുന്നത്. ആ ഫിഗറും ഒരു 2-3 പോയിൻ്റ് എഴുതി വെച്ചാൽ നമുക്ക് ആ ഒരു 3.5 മാർക്ക് ബാക്കിയും കിട്ടും. അപ്പോൾ അങ്ങനെ 7 മാർക്കിനാണ് ആ ഒരു ക്വസ്റ്റ്യൻ പിന്നെ ചോദിച്ചുള്ളത്. അപ്പോൾ ഡയറക്റ്റ് വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ചോദിച്ചിട്ടില്ല. അതിൽ വരുന്ന കുറച്ച് ടൈപ്പിനെ കുറിച്ച് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ്. അപ്പോൾ നമുക്കറിയാം അല്ലേ, നമ്മൾ തേർഡ് സെമസ്റ്ററിൽ മിക്കവാറും നമ്മൾ ലാബിൽ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ ലെയ്ത്തിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ലെയ്ത്തിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ലെയ്ത്തിൽ നമ്മൾ വർക്ക് ഹോൾഡ് ചെയ്യുന്ന ഭാഗമുണ്ട്. അതിനെയാണ് നമ്മൾ ലെയ്ത്തിലെ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾസാണ് ഇവിടെ പറയുന്ന പോലെ നോക്കാം. നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയുന്നതാണ്. പൊതുവേ നമ്മുടെ കോളേജിലൊക്കെ ഉള്ള ലെയ്ത്തിൽ ചക്കായിരിക്കും കോമൺ ആയിട്ട് നമ്മൾ കണ്ട് ശീലിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ചക്കിൽ വെക്കുന്ന വർക്ക് പീസുകളായിരിക്കും നമ്മൾ കൂടുതലായിട്ടും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ വരുന്നതാണ് ഫേസ് പ്ലേറ്റ്, ഡ്രൈവിംഗ് പ്ലേറ്റ്, ക്യാച്ച് പ്ലേറ്റ്, കാരിയേഴ്സ്, മാൻഡ്രൽസ്, സെൻറ്റേഴ്സ്, റെസ്റ്റ്. ഞാൻ നേരത്തെ ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞ പോലെ മാൻഡ്രൽസിനെ കുറിച്ചാണ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ബാക്കിയെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ചെറിയ കുഞ്ഞ് ഫിഗറേ ഉണ്ടായിരിക്കുള്ളൂ. ആ ഒരു ഫിഗറും നീറ്റായിട്ട് വരയ്ക്കാനും അതുപോലെ അതിനെക്കുറിച്ച് ഇതേപോലെ 7 മാർക്കിനൊക്കെ രണ്ടെണ്ണം ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിൽ വളരെ കുറഞ്ഞ പോയിൻറ്റ്സ് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. മാക്സിമം നമുക്ക് 2 പോയിൻറ്റോ 3 പോയിൻ്റൊക്കെ എഴുതിയാൽ മതി. അല്ലെങ്കിൽ 2 പോയിൻറ്റിന് ധാരാളമാണ്, ഒരു ഫിഗറും 2 പോയിൻറ്റും ധാരാളമാണ്. ഓക്കെ, അപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കുന്നു അതനുസരിച്ചായിരിക്കണം നമ്മൾ എപ്പോഴും അതിന് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ അനുസരിച്ച് ക്വസ്റ്റ്യനിൽ എന്താണോ ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ നമുക്കൊരു 7 കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് 7 കാര്യങ്ങളും നമ്മൾ എസ്സേ പോലെ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. 7 കാര്യങ്ങളും നമ്മൾ എന്താ ചെയ്യുക, 7 മാർക്കാണ് മാക്സിമം കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻ പോയിൻ്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ആൻസർ ചെയ്യേണ്ടത്. നമുക്കറിയാവുന്ന പോലെ ചക്ക് ഉണ്ടല്ലേ. ചക്കിൽ നിങ്ങൾക്കറിയാം അവിടെ 3 ജോ ചക്ക് വരുന്നുണ്ട്, അതുപോലെ 4 ജോ ചക്ക് വരുന്നുണ്ട്, മാഗ്നറ്റിക് ചക്ക് വരുന്നുണ്ട്, കളക്ട് ചക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് എന്ന് പറയുമ്പോൾ അതിൽ ചക്കാണ് നമുക്ക് കൂടുതലായിട്ടും കണ്ട് പരിചയം ഉണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നോക്കാം. നമുക്കിത്തിരി ഈ ഒരു ടോപ്പിക് ഇത്തിരി സ്പീഡിൽ പോകും, കാരണം അത്രത്തോളം ഒരു ബുദ്ധിമുട്ടുള്ള ഭാഗമല്ല. അപ്പോൾ പൊതുവേ മെഷീൻ ടൂൾസിലെ എല്ലാ ഭാഗങ്ങളും ഈസി ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്, പെട്ടെന്ന് പറഞ്ഞു തീർക്കാവുന്ന ടോപ്പിക്കാണ്. നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് പോലെയോ അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ സയൻസ് പോലെയൊന്നും നമുക്ക് കേട്ട് പരിചയമില്ലാത്തയോ അല്ലെങ്കിൽ കണ്ട് പരിചയമില്ലാത്തയോ കാര്യങ്ങളല്ല. പൊതുവേ നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ കണ്ട് പരിചയമുള്ള കാര്യങ്ങളായിരിക്കും മിക്കതും. അപ്പോൾ നമുക്ക് ഇത്തിരി സ്പീഡിൽ പോകുന്നതായിരിക്കും നന്നായിരിക്കും. ഓക്കെ, ഇവിടെ നോക്കാം. വർക്ക് പീസസ് ഓഫ് ഷോർട്ട് ലെങ്ത്ത്, ലാർജ് ഡയമീറ്റർ ആൻഡ് ഇറഗുലർ ഷേപ്സ് വിച്ച് കനോട്ട് ബി മൗണ്ടഡ് ബിറ്റ്വീൻ സെൻറ്റേഴ്സ് ആർ ഹെൽഡ് ക്വിക്ക്ലി ആൻഡ് റിജിഡ്ലി ഇൻ ചക്ക്. അതായത് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വർക്ക് ഹോൾഡിംഗ് ഡിവൈസിൽ വരുന്നതാണ് നമ്മുടെ സെൻറ്റേഴ്സ്. പല ടൈപ്പ് വർക്ക് ഹോൾഡിംഗ് ഡിവൈസുകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഷോർട്ട് ലെങ്ത് ആയിട്ടുള്ളതോ ലാർജ് ഡയമീറ്റർ ഉള്ളതോ അല്ലെങ്കിൽ
ഈ ഇറഗുലർ ഷേപ്പിലുള്ള വർക്ക് പീസിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, സെൻറ്റേഴ്സിനിടയ്ക്കൊന്നും നമുക്ക് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആ കേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ 3 ജോ ചക്കോ അല്ലെങ്കിൽ 4 ജോ ചക്കോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ചക്കോ കളർ ചക്കോ അല്ലെങ്കിൽ കോമ്പിനേഷൻ ചക്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് നമ്മുടെ 3 ജോ അല്ലെ ചക്ക് അഥവാ സെൽഫ് സെൻറ്ററിങ് ചക്കിനെ കുറിച്ചാണ്. ഓക്കെ, ഇവിടെ മനസ്സിലാക്കേണ്ടത് വളരെ എളുപ്പമുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് അറിയുന്നില്ലായിരിക്കും ഒരു പക്ഷേ, നമ്മളിപ്പോൾ ആ ഒരു ചക്ക് കീ ഉപയോഗിച്ച് നമ്മളിവിടുന്ന് അല്ലേ ക്ലോക്ക് വൈസിലും അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസിലും തിരിക്കുമ്പോഴത്തേക്കും അത് ഈ ഡയറക്ഷനിൽ താഴോട്ടും മേലോട്ടും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 ജോ ചക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ ഒറ്റ ജോ അല്ലെ 3 ജോ ഉദ്ദേശിക്കുന്നത്, ഇതൊരു ജോ, ഇത് മറ്റൊരു ജോ, 3 ജോ അല്ലെ, അങ്ങനെയാണ് 3 ജോ ചക്ക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇതിനിടയ്ക്കായിരിക്കും നമ്മൾ സിലിണ്ടറിക്കൽ ഷേപ്പിലൊക്കെ ഉള്ള വർക്ക് പീസ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ജോ അഡ്ജസ്റ്റ് ചെയ്തുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ കൂടെ തന്നെ 3 ജോയും ഒരേപോലെ മൂവ്മെൻറ്റ് സംഭവിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ഒരു റെഗുലർ വർക്ക് പീസ്, അതായത് കറക്റ്റ് ഒരു സർക്കിൾ ഷേപ്പിലൊക്കെ ഉള്ള അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ ഷേപ്പിലൊക്കെ ഉള്ള വർക്ക് പീസുകളായിരിക്കും നമുക്ക് ഈ ഒരു 3 ജോ ചക്ക് ഉപയോഗിച്ച് സെൻറ്റർ ചെയ്യാൻ പറ്റുക. ഓക്കെ, എന്നാലും നമുക്കൊരു ഇറഗുലർ ഷേപ്പിലുള്ള വർക്ക് പീസുകളൊന്നും നമുക്ക് ഈ ഒരു ചക്കിൽ വർക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ പ്രധാനമായിട്ടും ആ 2 പോയിൻ്റാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു 3 ജോ ചക്കിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ ഇതേപോലെ ചോദിക്കുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഈ ഒരു ഫിഗറോ അല്ലെങ്കിൽ ഈ ഒരു ഫിഗറോ വരച്ച് വെച്ചാൽ മതിയായിരിക്കും, അല്ലെങ്കിൽ ഈ ഫിഗർ മാത്രം വരച്ചാലും മതി. ഓക്കെ, അതിൽ 3 ജോസ് കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ പോയിൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വർക്ക് പീസസ് ഓഫ് ഇറഗുലർ ഷേപ്സ് കനോട്ട് ബി ഹെൽഡ് ബൈ ദിസ് ചക്ക്, അല്ലെ എന്തെങ്കിലും ഇറഗുലർ ഷേപ്പ് ഉള്ള വർക്ക് പീസ് നമുക്കിതിൽ യൂസ് ചെയ്യാൻ കഴിയില്ല. ആദ്യം പറഞ്ഞ പോലെ ദ 3 ജോസ് ഫിറ്റഡ് ഇൻ ദ 3 സ്ലോട്ട്സ് മേ ബി മേഡ് ടു സ്ലൈഡ് അറ്റ് ദ സെയിം ടൈം ബൈ ആൻ ഈക്വൽ എമൗണ്ട് ബൈ റൊട്ടേറ്റിംഗ് എനി വൺ ഓഫ് ദ 3 പിനിയൻസ് ബൈ എ ചക്ക് കീ. ഓക്കെ, ഞാൻ ഫസ്റ്റ് ആ പോയിന്റ് പറഞ്ഞില്ല, ചക്ക് കീ ഉപയോഗിച്ച് ആ 3 പിനിയൻസിലെ ഏതെങ്കിലും ഒരു പിനിയൻ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, ബാക്കിയുള്ള 2 പിനിയൻ എന്ത് ചെയ്യും, ഈ മൂന്നാമത്തേനനുസരിച്ച് ഈക്വൽ എമൗണ്ടിലായിരിക്കും മൂവ്മെൻറ്റ് അല്ലെങ്കിൽ സ്ലൈഡ് സംഭവിക്കാം. ഓക്കെ, സോ ദിസ് ടൈപ്പ് ഓഫ് ചക്ക് ഈസ് സൂട്ടബിൾ ഫോർ ഹോൾഡിംഗ് ആൻഡ് റൊട്ടേറ്റിംഗ് റെഗുലർ ഷേപ്പ്ഡ് വർക്ക് പീസസ്. അല്ലേ, റെഗുലർ ഷേപ്പ് എന്ന് പറഞ്ഞാലും നല്ല നീറ്റായിട്ടുള്ള ഒരേ ഷേപ്പിൽ, അതായത് എസെൻട്രിക് അല്ലാത്ത ഒരേ സിമെട്രിയിലുള്ള റെഗുലർ ഷേപ്പ്ഡ് വർക്ക് പീസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ടൈപ്പ് 3 ജോ ചക്ക് ഉപയോഗിച്ച് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ലൈക്ക് റൗണ്ട് ഓർ ഹെക്സഗണൽ റോഡ്സ് അബൌട്ട് ദ ആക്സിസ് ഓഫ് ദ ലെയ്ത്തിന് ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള റൗണ്ട് അല്ലെങ്കിൽ ഹെക്സഗണൽ ഷേപ്പിലൊക്കെ ഉള്ള റോഡൊക്കെ നമുക്ക് ഒരു 3 ജോ ചക്ക് ഉപയോഗിച്ച് ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കാൻ എളുപ്പമുള്ള പോയിൻറ്റ്സ് ആണ് 3 പോയിൻറ്റുകൾ, അത് എന്ത് ചെയ്യാം ശരിക്കും ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, രണ്ടാമത്തെയാണ് നമ്മുടെ 4 ജോ ചക്ക് അല്ലേ. അപ്പോൾ നോക്കാം, 1 ജോ, 2 ജോ, 3 ജോ, 4 ജോ. അപ്പോൾ 4 ജോ ചക്ക് എന്ന് പറഞ്ഞ അതിൻ്റെ വേറൊരു പേരാണ് ഇൻഡിപെൻഡൻറ്റ് ചക്ക്. 4 ജോ ഇൻഡിപെൻഡൻറ്റ് ചക്കാണ്. ഇവിടെ നേരത്തെ പറയുന്ന നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുന്നുണ്ടായിരിക്കും. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരേ സമയം അല്ലെങ്കിൽ ഒരു പിനിയൻ മാത്രം നമ്മൾ അല്ലെങ്കിൽ ഒരു ജോ മാത്രം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള 3 ജോസും അതിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ആവില്ല. എന്തായിരിക്കും, ഓരോന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ആവുന്നുണ്ടായിരിക്കും. അതിൻ്റെ അർത്ഥം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, റെഗുലർ ഷേപ്പിലല്ലാത്ത ഇറഗുലർ ഷേപ്പിലൊക്കെ ഉള്ള വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു 4 ജോ ഇൻഡിപെൻഡൻറ്റ് ചക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് 7 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ 2 ഫിഗറും ആ ഒരു ഫ്രണ്ട് വ്യൂ അതുപോലെ തന്നെ സൈഡ് വ്യൂ നമുക്ക് വരയ്ക്കാവുന്നതാണ്. ഓക്കെ, അല്ലാണ്ട് 2 ഒക്കെ 7 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഒന്നിൻ്റെ ഫിഗർ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് വരച്ച് വെച്ചാൽ മതി. ഓക്കെ, നമ്മൾ പറഞ്ഞ പോയിൻറ്റ്സ് ഒന്ന് ജസ്റ്റ് നോക്കാം. ദർ ആർ 4 ജോസ് ഇൻ ദിസ് ചക്ക് അല്ലേ, നമുക്കറിയാം ഇതിൽ 4 ജോസ് ഉണ്ട്. ഈച്ച് ജോ ഈസ് മൂവ്ഡ് ഇൻഡിപെൻഡൻ്റ്ലി അല്ലേ, ഓരോ ജോ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് ബൈ റൊട്ടേറ്റിംഗ് എ സ്ക്രൂ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ചക്കി. എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു സ്ക്രൂ അല്ലെങ്കിൽ ചക്ക് കീ ഉപയോഗിച്ചുള്ള ആ ജോനെ ചക്ക് കീ ഉപയോഗിച്ചാണ് നമ്മൾ ആ സ്ക്രൂവിനെ അതിൻ്റെ അകത്തുള്ള സ്ക്രൂവിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോ ജോയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എ പർട്ടിക്കുലർ ജോ മേ ബി മൂവ്ഡ് അക്കോർഡിംഗ് ടു ദ ഷേപ്പ് ഓഫ് ദ വർക്ക് അല്ലേ. അപ്പോൾ ആ ഒരു വർക്ക് പീസിൻ്റെ ഷേപ്പ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പർട്ടിക്കുലർ ജോയും നമുക്ക് അതിനെ മൂവ് ചെയ്യിക്കാൻ സാധിക്കും. നമ്മളവിടെ സാധാരണ നമ്മൾ ഓക്കെ നോക്കാം. ഹെൻസ് ദിസ് ടൈപ്പ് ഓഫ് ചക്ക് ക്യാൻ ഹോൾഡ് വർക്ക്സ് ഓഫ് ഇറഗുലർ ഷേപ്സ്. പ്രധാനപ്പെട്ട പോയിൻ്റാണ്, ഇറഗുലർ ഷേപ്പിലുള്ള വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാൻ നമുക്ക് ഈ ഒരു 4 ജോ ചക്ക് യൂസ് ചെയ്യാം. ബട്ട് ഇറ്റ് റിക്വയർസ് മോർ ടൈം ടു സെറ്റ് ദ വർക്ക് അലൈൻഡ് വിത്ത് ദ ലെയ്ത്ത് ആക്സിസ്. അപ്പം ഇറഗുലർ വർക്ക് പീസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കുറച്ചധികം സമയം നമുക്കതിനെ സെൻറ്റർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എടുക്കുന്നതാണ്. ഓക്കെ, അതുപോലെ എക്സ്പീരിയൻസ്ഡ് ടേണേഴ്സ് ക്യാൻ സെറ്റ് ദ വർക്ക് അബൌട്ട് ദ ആക്സിസ് ക്വിക്ക്ലി. എന്നാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടേണേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ആ വർക്കേഴ്സിന് അല്ലെങ്കിൽ മെഷീൻ ഓപ്പറേറ്റർക്ക് ആ ഒരു കാര്യം ഇത്തിരി സ്പീഡിൽ അല്ലെങ്കിൽ ആ സെൻറ്ററിങ് ഇത്തിരി സ്പീഡിൽ ചെയ്യാൻ പറ്റും. കോൺസെൻട്രിക് സർക്കിൾസ് ആർ ഇൻസ്ക്രൈബ്ഡ് ഓൺ ദ ഫേസ് ഓഫ് ദ ചക്ക്
ടു എനേബിൾ ക്വിക്ക് സെൻറ്ററിങ് ഓഫ് ദ വർക്ക് പീസ്. അപ്പോൾ വർക്ക് പീസിൻ്റെ ആ ഫേസിലായിട്ട് ഇങ്ങനെ കോൺസെൻട്രിക് സർക്കിൾസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരയ്ക്കുന്ന ഓരോ സർക്കിളിൻ്റെയും സെൻറ്റർ എന്തായിരിക്കും, ഒരേ ആക്സിസിലായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കും. അതേപോലത്തെ ഒരു കോൺസെൻട്രിക് സർക്കിൾസ് നമ്മുടെ ആ ജോയിൻ്റെ ഫേസിലുണ്ടായിരിക്കും. അപ്പോൾ അത് നോക്കി നമുക്ക് എന്ത് ചെയ്യാം, ഇത്തിരി കൂടി ഈസി ആയിട്ട് നമുക്ക് ആ ഒരു സെൻറ്ററിങ് പോസ് അല്ലെങ്കിൽ നമുക്ക് ആ വർക്ക് പീസിനെ അലൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഫോർത്ത് ചെക്കിനെ കുറിച്ച് ഓർത്ത് വെക്കേണ്ട പോയിൻറ്റ്സ്. ഇനി അതുപോലെ അടുത്തൊന്നാണ് കളക്ട് ചെക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫിഗറിൽ കാണുന്ന പോലെ ഇതാണ് നമ്മുടെ കളക്ട് ചെക്ക്. ഓക്കെ, ഇതാണ് നമ്മുടെ കളക്ട് ചെക്കിൻ്റെ ഒരു വിഷ്വൽ വ്യൂ മനസ്സിലാക്കി വെക്കുക. ഇറ്റ് ഹാസ് എ സിലിണ്ടറിക്കൽ ബുഷിംഗ് നോൺ ആസ് കളക്ട്. അപ്പോൾ ഇതിനകത്തൊരു സിലിണ്ടറിക്കൽ ബുഷിംഗ് ആണ്. ഓക്കെ, അത് നമ്മുടെ ആ സിലിണ്ടറിക്കൽ ബുഷിംഗ് എന്ന് പറയുന്നത് ഫ്രണ്ട് നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് സ്പ്രിംഗ് സ്റ്റീൽ. അപ്പോൾ സ്പ്രിംഗ് സ്റ്റീൽ കൊണ്ടാണ് ഈ ഒരു സിലിണ്ടറിക്കൽ ബുഷിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക. ആൻഡ് ഹാസ് സ്ലോട്ട്സ് കട്ട് ലെങ്ത് വൈസ് ഓൺ ഇറ്റ് സർക്കംഫറൻസ്. അപ്പോൾ സർക്കംഫറൻസ് നോക്കിയാൽ മനസ്സിലാവുണ്ടാവും, ഓരോ സ്ലോട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊക്കെ നോക്കിയാൽ ഇതാണ്, ഇവിടെ സ്ലോട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഹോൾഡ്സ് ദ വർക്ക് വിത്ത് മോർ ഗ്രിപ്പ്. അപ്പോൾ എന്തിനാണ് ആ സ്ലോട്ട് കൊടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ആ വർക്ക് പീസിന് കുറച്ച് കൂടുതൽ ഗ്രിപ്പ് കിട്ടാനായിട്ടാണ് ആ ഒരു സ്ലോട്ട് കൊടുത്തുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഈ കളക്ട് ചെക്സ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക ക്യാപ്സ്റ്റാൻ ലെയ്ത്തിലും അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ലെയ്ത്തിലൊക്കെയാണ്. അതുപോലെ നീളം കൂടിയിട്ടുള്ള ബാർ സ്റ്റോക്കുകൾ. ഓക്കെ, നീളം കൂടിയുള്ള ബാർ സ്റ്റോക്കുകൾ ഇതിനകത്ത് നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാനാണ് നമ്മൾ ഈ ഒരു കളക്ട് ചെക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനെക്കുറിച്ചും ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ വരുന്നതാണ് നമ്മുടെ മാഗ്നറ്റിക് ചെക്ക്. ഓക്കെ, ഫിഗറിൽ കാണുന്ന പോലെ ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ചെക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പേര് പോലെ തന്നെ നമുക്ക് അതിൻ്റെ പെട്ടെന്ന് അതിൻ്റെ ഒരു വർക്കിംഗ് എന്താ മനസ്സിലാക്കാൻ പറ്റും നോക്കുക. ദ ഹോൾഡിംഗ് പവർ ഓഫ് ദിസ് ചക്ക് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ദ മാഗ്നറ്റിക് ഫ്ലക്സ് റേഡിയേറ്റിംഗ് ഫ്രം ദ ഇലക്ട്രോ മാഗ്നറ്റ് പ്ലേസ്ഡ് ഇൻസൈഡ് ദ ചക്ക്. അപ്പോൾ ചക്കിൻ്റെ അകത്തുള്ള ഇലക്ട്രോ മാഗ്നറ്റ് വെച്ചത് കാരണം അവിടെ ഉണ്ടാകുന്ന ഫ്ലക്സിൻ്റെ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കാരണമായിരിക്കും നമ്മൾ ആ ചക്കിൻ്റെ മേലെ അല്ലെങ്കിൽ ആ ചക്കിന് ഹോൾഡിംഗ് പവർ, ഒരു വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാനുള്ള പവർ കിട്ടുന്നത് ആ ഒരു ഇലക്ട്രിക് മാഗ്നറ്റ് അതിൻ്റെ അകത്തുള്ളത് കാരണമാണ്. മാഗ്നറ്റ്സ് ആർ അഡ്ജസ്റ്റഡ് ഇൻസൈഡ് ദ ചക്ക് ടു ഹോൾഡ് ഓർ റിലീസ് ദ വർക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മാഗ്നറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ചക്കിനകത്ത് വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാനും അല്ലെങ്കിൽ റിലീസ് ചെയ്യാനും നമുക്ക് സാധിക്കും. വർക്ക് പീസസ് മെയ്ഡ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ ഓൺലി ആർ ഹെൽഡ് ഇൻ ദിസ് ചക്ക്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമുക്കിവിടെ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് എഫക്റ്റ് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു അയൺ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുള്ള വർക്ക് പീസിനെ മാത്രമേ നമുക്ക് അവിടെ ഈ ഒരു ടൈപ്പ് ചെക്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ വെരി സ്മോൾ തിൻ ആൻഡ് ലൈറ്റ് വർക്ക്സ് വിച്ച് കനോട്ട് ബി ഹെൽഡ് ഇൻ ആൻ ഓർഡിനറി ചക്ക് ആർ ഹെൽഡ് ഇൻ ദിസ് ചക്ക്. അപ്പോൾ വളരെ തിന്നായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ലൈറ്റ്, വലിയൊരു ലോഡൊന്നും ക്യാരി ചെയ്യാൻ പറ്റാത്ത വർക്ക് പീസിനൊക്കെയാണ് നമുക്ക് ഇതുപോലെ ഈ ഒരു മാഗ്നറ്റിക് ചക്കിൽ വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ സാധാരണ 3 ജോ ചക്കിലോ 4 ജോ ചക്കിലോ ആകുമ്പോഴായിരിക്കും നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ വളരെ തിന്നായിട്ടുള്ള അല്ലെങ്കിൽ ലൈറ്റ് വർക്ക് പീസ് എന്തായിരിക്കും, അത് ബ്രേക്കേജ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് പകരം നമുക്കവിടെ മാഗ്നറ്റിക് ചക്ക് യൂസ് ചെയ്യുന്നതാണ്. അതായത് അവിടെ ഒരു അട്രാക്റ്റീവ് പവറാണ് അവിടെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അടുത്താണ് നമ്മുടെ ഫേസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസാണ് ഫേസ് പ്ലേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണുന്നുണ്ടായിരിക്കും ഒരു ഫേസ് പ്ലേറ്റ്. നമുക്ക് നോക്കാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഫേസ് പ്ലേറ്റ് ഈസ് യൂസ്ഡ് ടു ഹോൾഡ് ലാർജ് ഹെവി ആൻഡ് ഇറഗുലർ ഷേപ്പ്ഡ് വർക്ക് പീസസ് വിച്ച് കനോട്ട് ബി കൺവീനിയൻ്റ്ലി ഹെൽഡ് ബിറ്റ്വീൻ സെൻറ്റേഴ്സ്. അപ്പോൾ സെൻറ്റേഴ്സിനിടയ്ക്ക് ഹെൽഡ് ചെയ്യാൻ പറ്റാത്ത ലെങ്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ലാർജ് ഹെവി ഇറഗുലർ ഷേപ്പ് വർക്ക് പീസിനെയാണ് നമ്മൾ ഫേസ് പ്ലേറ്റ് ഉപയോഗിച്ച് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇറ്റ് ഈസ് എ സർക്കുലർ ഡിസ്ക് ബോർഡ് ഔട്ട് ആൻഡ് ത്രെഡഡ് ടു ഫിറ്റ് ടു ദ നോസ് ഓഫ് ദ ലേറ്റ് സ്പിൻഡിൽ. ഓക്കെ, അപ്പോൾ ആ ഒരു സർക്കുലർ ഫേസ് പ്ലേറ്റ്, ഒരു സർക്കുലർ ഡിസ്ക്കാണ് ഇതിൻ്റെ ഷേപ്പായിട്ട് വരുന്നത്. അതുപോലെ അതിൻ്റെ അകത്ത് ത്രെഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും അത് ലേറ്റ് സ്പിൻഡിലിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ലേറ്റ് സ്പിൻഡിലിൻ്റെ അകത്തേക്ക് ഇവിടെ കാണുന്ന പോലെ ഇതാണ് കേട്ടോ നമ്മുടെ ഈ കാണുന്ന ആ ഒരു ഡിസ്കില്ലേ, ഇതാണ് നമ്മുടെ ഫേസ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഫേസ് പ്ലേറ്റിൻ്റെ ഇവിടേക്ക് ഇത് കൊടുത്തിട്ടുണ്ടായിരിക്കും, ഒരു നോസ് കൊടുത്തിട്ടുണ്ടായിരിക്കും, ലേറ്റ് സ്പിൻഡിലിനകത്ത് ഫിറ്റ് ചെയ്യാനായിട്ടുള്ള ത്രെഡ് ഉള്ള ഒരു നോസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് പ്രൊവൈഡഡ് വിത്ത് റേഡിയൽ പ്ലെയിൻ ആൻഡ് ടീ സ്ലോട്ട്സ് ഫോർ ഹോൾഡിംഗ് ദ വർക്ക് ബൈ ബോർഡ്സ് ആൻഡ് ക്ലാംപ്സ്. ഇവിടെ കാണുന്ന പോലെ അതിനകത്ത് ഒരു ടീ സ്ലോട്ടും അതുപോലെ തന്നെ വർക്ക് പീസ് അതുപോലെ തന്നെ ബോൾട്ടിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലൊക്കെ നിങ്ങൾ ഈ ഒരു ഫിഗറാണ് ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ 2 പോയിൻറ്റ്സും ഓർത്ത് വെക്കുക. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊരു ഫേസ് പ്ലേറ്റിൻ്റെ പോലെ തന്നെ അടുത്തൊരു ടൈപ്പാണ്
നമ്മുടെ ഡ്രൈവിംഗ് പ്ലേറ്റും അതുപോലെ ക്യാച്ച് പ്ലേറ്റും നമുക്ക് നോക്കാം. ദ ഡ്രൈവിംഗ് പ്ലേറ്റ് ഈസ് യൂസ്ഡ് ടു ഡ്രൈവ് എ വർക്ക് പീസ് വെൻ ഇറ്റ് ഈസ് ഹെൽഡ് ബിറ്റ്വീൻ സെൻറ്റേഴ്സ്. അപ്പോൾ നമ്മൾ സെൻറ്റേഴ്സിന് ഇടയ്ക്ക് വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു വർക്കൗട്ട് ഡിവൈസാണ് ഡ്രൈവിംഗ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സർക്കുലർ ഡിസ്ക് സ്ക്രൂഡ് ടു ദ നോസ് ഓഫ് ദ ലേറ്റ് സ്പിൻഡിൽ. നമ്മൾ നേരത്തെ ഫേസ് പ്ലേറ്റ് പറഞ്ഞ പോലെ തന്നെ ഒരു സർക്കുലർ ഡിസ്ക്കാണ്, അതിൻ്റെ എൻഡിൽ ഒരു നോസ് കൊടുത്തിട്ടുണ്ടായിരിക്കും, അത് ലേറ്റ് സ്പിൻഡിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട്. ഇറ്റ് ഈസ് പ്രൊവൈഡ് വിത്ത് സ്മോൾ ബോൾട്ട്സ് ഓർ പിൻസ് ഓൺ ഇറ്റ്സ് ഫേസ്. ഓക്കെ, അതിലെന്തായിരിക്കും സ്മോൾ ബോൾട്ട് അല്ലെങ്കിൽ പിന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും, ഡ്രൈവിംഗ് പിന്ന് പറയുന്ന പിന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. വർക്ക് പീസസ് ഫിറ്റഡ് ഇൻസൈഡ് സ്ട്രൈറ്റ് ടെയിൽ കാരിയേഴ്സ് ആർ ഹെൽഡ് ആൻഡ് റൊട്ടേറ്റഡ് ബൈ ഡ്രൈവിംഗ് പ്ലേറ്റ്സ്. അപ്പോൾ ജസ്റ്റ് അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചാൽ അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. അപ്പോൾ നമ്മൾ കുറേ എണ്ണം പഠിക്കുമ്പോൾ എല്ലാത്തിനെക്കുറിച്ചും ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കാം. ഓക്കെ, അതുപോലെ അടുത്ത ഒന്നാണ് ക്യാച്ച് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം. When a workpiece is held between centers, the catch plate is used to drive it. It is a circular disc board and threaded at the center. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫേസ് ലൈറ്റിനെ കുറിച്ച് പറഞ്ഞു, അതേപോലെ ഇതും ഒരു സർക്കുലർ ഡിസ്ക്കാണ്. പക്ഷേ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സെൻറ്ററിലായിട്ട് ബോർ ചെയ്തിട്ടുണ്ട്. ബോർ എന്ന് പറഞ്ഞാൽ ഹോളാണ് ഉദ്ദേശിക്കുന്നത്. ബോർ ചെയ്തിട്ടുണ്ട് അറ്റ് ദ സെൻറ്റർ, ബോർഡ് അറ്റ് ദ സെൻറ്റർ ആൻഡ് ത്രെഡഡ് അറ്റ് ദ സെൻറ്റർ. എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ മേലെ സെൻറ്ററിനകത്ത് നമ്മൾ ആ ഹോളിനകത്ത് ത്രെഡും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, catch plates are designed with U slots or elliptical slots. അപ്പോൾ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ U slots ഡിസൈൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ elliptical slots അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ടു റിസീവ് ദ ബെൻഡ് ടെയിൽ ഓഫ് ദ കാരിയർ. അപ്പോൾ കാരിയറിൻ്റെ ബെൻഡ് ടെയിൽ ഹോൾഡ് ചെയ്യാനായിട്ട് അവിടെ നമ്മൾ U സ്ലോട്ട് അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ സ്ലോട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇതാണ് നമ്മുടെ ലെയ്ത്ത് ഡോഗിൻ്റെ ബെൻഡ് ടെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കാണുന്ന പോലെ ഇതാണ് നമ്മുടെ ബെൻഡ് ടെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആണ് ബെൻഡ് ടെയിൽ. ഓക്കെ, അപ്പോൾ ആ ടെയിൽ അവിടെ ഹോൾഡ് ചെയ്യാനാണ് അവിടെ എന്ത് കൊടുത്തിട്ടുള്ളത്, ആ ഒരു യു സ്ലോട്ട്സ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പോസിറ്റീവ് ഡ്രൈവ് ബിറ്റ്വീൻ ദ ലേറ്റ് സ്പിൻഡിൽ ആൻഡ് ദ വർക്ക് പീസ് ഈസ് എഫക്റ്റഡ് വെൻ ദ വർക്ക് പീസ് ഫിറ്റഡ് വിത്ത് ദ കാരിയർ ഫിറ്റ്സ് ഇൻ ടു ദ സ്ലോട്ട് ഓഫ് ദ ക്യാച്ച് പ്ലേറ്റ്. അപ്പോൾ അത്ര ഓർത്ത് വെക്കേണ്ട പോയിൻ്റ് ഒന്നുമല്ല, നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഫിഗറും അതുപോലെ തന്നെ മാക്സിമം 1-2 പോയിൻറ്റ്സ് ഓർത്ത് വെച്ചാൽ മതി. അതായത് ഇപ്പോൾ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഇപ്പോൾ ഒരു 7 മാർക്കിന് ചോദിച്ചു വിചാരിക്കുക ക്വസ്റ്റ്യൻ. അപ്പോൾ 7 മാർക്കിന് ഇപ്പോൾ വർക്ക് ഹോൾഡിംഗ് ഡിവൈസിനെ കുറിച്ച് കോമൺ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു വിചാരിക്കുക. അതായത് എക്സ്പ്ലെയിൻ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് യൂസ്ഡ് ഇൻ ലേറ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, 7 മാർക്കാണ് മാക്സിമം കിട്ടുക. നമ്മൾ വേണമെങ്കിൽ ഒരു എണ്ണത്തിനെ കുറിച്ച് ഓരോന്നിനെ കുറിച്ചും ഓരോ പോയിൻറ്റും ഓരോ ഈസി ആയിട്ടുള്ളൊരു ഫിഗറും വരച്ചാൽ നമുക്ക് മാക്സിമം 7 മാർക്ക് സ്കോർ ചെയ്യാം. അതല്ലെങ്കിൽ മാക്സിമം ഒരു 4 കുറിച്ച് എന്ത് ചെയ്യാം, 4 ഫിഗറും വരയ്ക്കുക, വേണമെങ്കിൽ 2 പോയിൻറ്റ്സ് വീതം എഴുതാം. അപ്പോൾ അങ്ങനെ ആ രീതിയിലായിരിക്കണം നമ്മൾ ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. ലെയ്ത്ത് ഡോഗിനെ കുറിച്ച് ജസ്റ്റ് നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്ന സംഭവം തന്നെയാണ്. അതായത് നോക്കുക, ലെയ്ത്ത് ഡോഗ് എന്ന് പറഞ്ഞാൽ വെൻ എ വർക്ക് പീസ് ഈസ് ഹെൽഡ് ആൻഡ് മെഷീൻഡ് ബിറ്റ്വീൻ സെൻറ്റേഴ്സ്, carriers are useful in transmitting the driving force of the spindle to the work by means of driving plates and catch plates. The work is held inside the eye of the carrier and tightened by a screw. അപ്പോൾ കാരിയർ തന്നെ 2 ടൈപ്പ് വരുന്നുണ്ട്. സ്ട്രെയിറ്റ് ടെയിൽ കാരിയറും ഉണ്ട്, ബെൻഡ് ടെയിൽ കാരിയറും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കാം, നമുക്ക് ഇവിടെ കാണുന്ന പോലെ ഈ ഫിഗറിൽ കാണുന്ന പോലെ ഇതാണ് സ്ട്രെയിറ്റ് ടെയിൽ കാരിയർ, അതുപോലെ ഇതാണ് നമ്മുടെ ബെൻഡ് ടെയിൽ കാരിയർ. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് ഇവിടെ ടെയിൽ ബെൻഡായിരിക്കും, ഇവിടെ സ്ട്രെയിറ്റ് ആണ്. ആ ടെയിൽ ബെൻഡും സ്ട്രെയിറ്റും വരുന്ന ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഓക്കെ, ഇവിടെ പോയിന്റ് നോക്കാം. സ്ട്രെയിറ്റ് ടെയിൽ കാരിയർ ഈസ് യൂസ്ഡ് ടു ഡ്രൈവ് ദ വർക്ക് ബൈ മീൻസ് ഓഫ് ദ പിൻ പ്രൊവൈഡഡ് ഇൻ ദ ഡ്രൈവിംഗ് പ്ലേറ്റ്. ദ ടെയിൽ ഓഫ് ദ ബെൻഡ് ടെയിൽ കാരിയർ ഫിറ്റ്സ് ഇൻ ടു ദ സ്ലോട്ട് ഓഫ് ദ ക്യാച്ച് പ്ലേറ്റ് ടു ഡ്രൈവ് ദ വർക്ക്. ഓക്കെ, അപ്പോൾ അത്രയും നമുക്ക് ആ സ്ട്രെയിറ്റ് ടെയിൽ കാരിയറിനെ കുറിച്ച് വരുന്നുള്ളൂ. ഓക്കെ, ഇനിയാണ് നമുക്ക് മാൻഡ്രലിനെ കുറിച്ച് വരുന്നത് കേട്ടോ. അപ്പോൾ മാൻഡ്രലിൽ കുറേ ടൈപ്പ് മാൻഡ്രൽസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഞാൻ നേരത്തെ ഫസ്റ്റ് നമ്മുടെ ക്ലാസ്സിൽ തുടക്കത്തിൽ കാണിച്ച പോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം മാൻഡ്രലിനെ കുറിച്ച്. മാൻഡ്രൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യം പോയിന്റ് നോക്കാം. എ പ്രീവിയസ്ലി ഡ്രിൽഡ് ഓർ ബോർഡ് വർക്ക് പീസ് ഈസ് ഹെൽഡ് ഓൺ എ മാൻഡ്രൽ ടു ബി ഡ്രിവൺ ഇൻ എ ലെയ്ത്ത് ആൻഡ് മെഷീൻഡ്. അതായത് ഒരു പ്രീവിയസ്ലി ഡ്രില്ല് ചെയ്ത അല്ലെങ്കിൽ ബോർ ചെയ്തിട്ടുള്ള വർക്ക് പീസിനാണ് നമ്മൾ മാൻഡ്രൽ ഉപയോഗിച്ച് ഹോൾഡ് ചെയ്യാം. ഓക്കെ, ഡ്രില്ലും ബോറിങ് ഏകദേശം സെയിമാണ്. ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഹോൾ ഉണ്ടാക്കലാണ്. ആ ഓൾറെഡി ഉണ്ടാക്കിയ ഹോളിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്ന
പ്രോസസ്സാണ് ബോറിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഡ്രിൽ ചെയ്ത് അല്ലെങ്കിൽ ബോർ ചെയ്ത് വർക്ക് പീസാണ് നമ്മൾ മാൻഡറിൽ ഉപയോഗിച്ച് ഡ്രിവൺ ചെയ്യുന്നുണ്ടായിരിക്കുക. ദർ ആർ സെൻറ്റർ ഹോൾസ് പ്രൊവൈഡഡ് ഓൺ ബോത്ത് ഫേസ് ഓഫ് ദ മാൻഡർ. അപ്പോൾ മാൻഡറിൻ്റെ രണ്ട് ഫേസിലും സെൻറ്റർ ഹോൾസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ദ ലൈവ് സെൻറ്റർ ആൻഡ് ദ ഡെഡ് സെൻറ്റർ ഫിറ്റ് ഇൻ ടു ദ സെൻറ്റർ ഹോൾസ്. അപ്പോൾ നമ്മുടെ ടെയിൽ സ്റ്റോക്കിൻ്റെ ലൈവ് സെൻറ്ററോ അല്ലെങ്കിൽ ഡെഡ് സെൻറ്ററൊക്കെ എന്ത് ചെയ്യും, നമ്മൾ അവിടെ ഹോൾഡ് ചെയ്യുന്നത് ഈ ഒരു സെൻറ്റർ ഹോൾസിനകത്തായിരിക്കും. ഓക്കെ, അതുപോലെ നോക്കാം, എ കാരിയർ ഈസ് അറ്റാച്ച്ഡ് അറ്റ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ മാൻഡറൽ. ദ മാൻഡറൽ ഗെറ്റ്സ് ദ ഡ്രൈവ് either through a catch plate or a driving plate. The workpiece rotates along with the mandrel. There are several types of mandrels and they are plain mandrel ഉണ്ട്, collar mandrel ഉണ്ട്, step mandrel ഉണ്ട്, കോൺ മാൻഡറൽ ഉണ്ട്, ഗാങ് മാൻഡറൽ ഉണ്ട്, എക്സ്പാൻഷൻ മാൻഡറൽ ഉണ്ട്. ഒക്കെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് നമുക്ക് ഒരു തവണ വായിച്ചാൽ നമുക്ക് കാര്യം മനസ്സിലാവും. ആദ്യം നിങ്ങൾ ഫിഗറിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. അതാണ് നമ്മുടെ പ്ലെയിൻ മാൻഡറൽ എന്ന് പറയുന്നത്. ഓക്കെ, ദ ബോഡി ഓഫ് ദ പ്ലെയിൻ മാൻഡറൽ ഈസ് സ്ലൈറ്റ്ലി ടാപ്പേർഡ് ടു പ്രൊവൈഡ് പ്രോപ്പർ ഗ്രിപ്പിംഗ് ഓഫ് ദ വർക്ക് പീസ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, നമ്മുടെ വർക്ക് പീസിൻ്റെ പ്രോപ്പർ ഗ്രിപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ പ്ലെയിൻ മാൻഡറലിൻ്റെ ബോഡി കുറച്ച് ടാപ്പറായിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കാം. ദ ടാപ്പർ വിൽ ബി അറൗണ്ട് 1 to 2 mm ഫോർ എ ലെങ്ത് ഓഫ് 100 mm. അപ്പോൾ 100 mm മാക്സിമം 1 to 2 mm ആണ് നമ്മൾ ടാപ്പർ കൊടുക്കുന്നുണ്ടായിരിക്കുക. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് സോളിഡ് മാൻഡറൽ. അപ്പോൾ പ്ലെയിൻ മാൻഡറലിൻ്റെ മറ്റൊരു പേരാണ് സോളിഡ് മാൻഡറൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ടൈപ്പ് മോസ്റ്റ്ലി കോമൺലി യൂസ്ഡ് ആൻഡ് ഹാസ് വൈഡ് അപ്ലിക്കേഷൻ. അപ്പോൾ ഈ പ്ലെയിൻ മാൻഡറൽ നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വൈഡ് അപ്ലിക്കേഷനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്ലെയിൻ മാൻഡറലാണ്. ഇനി അടുത്താണ് നമ്മുടെ ഗാങ് മാൻഡറൽ. ഇവിടെ ഫിഗർ ഉണ്ടാവും, ഏകദേശം ഒരു കാര്യം മനസ്സിലാവും നോക്കാം. ഗാങ് മാൻഡറൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫിക്സഡ് കോളാറും ഉണ്ട്, അതുപോലെ ഒരു മൂവബിൾ കോളാറും ഉണ്ട്. നമ്മളിതിന് ഇടയ്ക്കായിരിക്കും വർക്ക് പീസുകൾ അലൈൻ ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കുക. അതുപോലെ ഇതിൻ്റെ മേലെ നമ്മുടെ ഈ മാൻഡറലിൻ്റെ മേലെയായിട്ട് തന്നെ ഇവിടെ ഈ റൈറ്റ് സൈഡിൽ ഇവിടെ കാണുന്ന പോലെ ത്രെഡും കൊടുത്തിട്ടുണ്ടായിരിക്കും. നമുക്ക് നോക്കാം. ഇറ്റ് ഹാസ് എ ഫിക്സഡ് കോളർ അറ്റ് വൺ എൻഡ് ആൻഡ് മൂവബിൾ കോളർ അറ്റ് ദ ത്രെഡഡ് എൻഡ്. അപ്പോൾ ഫിക്സഡ് കോളർ ഇവിടെ ഫിക്സ് ചെയ്ത് നമ്മുടെ ഈ മാൻഡറലിൻ്റെ ഈ ഒരു ഭാഗത്ത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മാൻഡറലിൻ്റെ ബാക്കി ഭാഗമാണ് ഈ കാണുന്നത്, ഇവിടെ ത്രെഡ് ചെയ്ത ഭാഗമുണ്ട്. അപ്പോൾ ഇത് ഫിക്സഡ് കോളർ, പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ത്രെഡ് ചെയ്ത ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, ത്രെഡുള്ള ഒരു മൂവബിൾ കോളർ വെച്ചിട്ടുണ്ട്. അതിനർത്ഥം നമുക്ക് അതിനെന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഡയറക്ഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും. ഇതിനിടയ്ക്കായിരിക്കും നമ്മൾ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ദിസ് മാൻഡറൽ ഈസ് യൂസ്ഡ് ടു ഹോൾഡ് എ സെറ്റ് ഓഫ് ഹോളോ വർക്ക് പീസസ്. ഇവിടെ കാണുന്ന പോലെ ഹോളോ വർക്ക് പീസുകൾ. ഓക്കെ, ഇവിടെ കാണുന്ന പോലെ ഹോളോ വർക്ക് പീസുകൾ ഹോൾഡ് ചെയ്ത് വെക്കാനാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ടൈപ്പ് ഗാങ് മാൻഡറൽ യൂസ് ചെയ്യുന്നത്. ഹോളോ വർക്ക് പീസസ് ബിറ്റ്വീൻ ദ ടു കോളേഴ്സ് ബൈ ടൈറ്റനിങ് ദ നെറ്റ്. ഇവിടെ ഒരു നെറ്റും കാണുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക്. ഈ നെറ്റ് ടൈറ്റൻ ചെയ്തുകൊണ്ട്, ഓക്കെ, ഈ കാണുന്ന നെറ്റ് ടൈറ്റൻ ചെയ്തുകൊണ്ട് നമ്മൾ മൂവബിൾ കോളറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കാൻ പറ്റും. ഈ നേരത്തെ കാണിച്ച പോലെ ആ രണ്ട് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാം, ഹോളോ ആയിട്ടുള്ള വർക്ക് പീസുകളായിരിക്കും ഇതിലേക്ക് ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കും. ഇനി ഈ ഭാഗം എന്ത് ചെയ്യും, നമ്മൾ സ്പിൻഡിലിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യും. ഇതാണ് നമ്മുടെ ഗാങ് മാൻഡറൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ അടുത്തൊരു ടൈപ്പാണ് സ്ക്രൂഡ് മാൻഡറൽ. അപ്പോൾ ഗാങ് മാൻഡറൽ മനസ്സിലായി, നമുക്ക് സ്ക്രൂ മാൻഡറൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെയും ഒരു ഫിക്സഡ് കോളാറുണ്ട്, പക്ഷേ ഇവിടെ മൂവബിൾ കോളറില്ല. ഇറ്റ് ഈസ് ത്രെഡഡ് അറ്റ് വൺ എൻഡ് ആൻഡ് എ കോളർ ഈസ് അറ്റാച്ച്ഡ് ടു ഇറ്റ് അല്ലേ. അപ്പോൾ ഒരു എൻഡിൽ ത്രെഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ കോളാർ അതിൻ്റെ മേലെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, വർക്ക് പീസസ് ഹാവിങ് ഇൻറ്റേർണൽ ത്രെഡ്സ് ആർ സ്ക്രൂഡ് ഓൺ ടു ഇറ്റ് അഗെയിൻസ്റ്റ് ദ കോളാർ ഫോർ മെഷീനിങ്. അപ്പോൾ വർക്ക് പീസിൻ്റെ മേലെ, ഇപ്പോൾ ഇതൊരു വർക്ക് പീസാണ്, ഇതിൻ്റെ അകത്ത് ഹോളുണ്ട്. അപ്പോൾ വെറും ഹോളല്ല, ഹോളിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് ഈ ഹോളിൻ്റെ ഉള്ളിൽ ഇൻറ്റേർണൽ ത്രെഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ടൈപ്പ് വർക്ക് പീസ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തേക്ക് നമ്മൾ സാധാരണ നെറ്റ് ഇൻസേർട്ട് ചെയ്യുന്ന പോലെ ടൈറ്റൻ ചെയ്യുമ്പോൾ എന്തായിരിക്കും, അത് ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. അവസാനം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വെച്ചിട്ട് ഈ എക്സ്ട്രാ കോളറിൻ്റെ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാം, അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ശേഷം നമുക്ക് ഈ ഭാഗം നമ്മുടെ സ്പിൻഡിലിനകത്തേക്ക് ഹോൾഡ് ചെയ്യും, നമുക്ക് വർക്ക് പീസിനെ ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ക്രൂഡ് മാൻഡറൽ. അടുത്തെയാണ് കോൺ മാൻഡറൽ. ഇപ്പോൾ പേരിൽ വരുന്ന ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിൽ വരുന്ന വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ കാണുന്ന പോലെ ഇവിടെ ഒരു ഫിക്സഡ് കോണും ഉണ്ടായിരിക്കും. നേരത്തെ പഠിച്ച പോലെ തന്നെ നമ്മൾ മൂവബിൾ കോളറും പറഞ്ഞു, ഫിക്സഡ് കോളറും പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ ഒരു ഫിക്സഡ് കോണും മൂവബിൾ അല്ലെങ്കിൽ സ്ലൈഡിങ് കോണുമാണുള്ളത്. അതുപോലെ ഒരു നെറ്റും ഉണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് എ സോളിഡ് കോൺ അറ്റാച്ച്ഡ് ടു വൺ എൻഡ് ഓഫ് ദ ബോഡി ആൻഡ് എ സ്ലൈഡിങ് കോൺ വിച്ച് ഈസ് അഡ്ജസ്റ്റഡ് ബൈ ടേണിങ് എ നെറ്റ് അറ്റ് ദ ത്രെഡഡ് എൻഡ്. നമ്മൾ നേരത്തെ പഠിച്ച ടൈപ്പ് മാൻഡറൽ പോലെ തന്നെ എന്താണ്, ഇവിടെ ഒരു നെറ്റ് ഉണ്ട്, ഒരു സ്ലൈഡിങ് കോണുണ്ട്, ഫിക്സഡ് കോണുണ്ട്. നെറ്റ് തിരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, സ്ലൈഡിങ് കോൺ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും.
This type is suitable for driving workpieces having different hole diameters. അപ്പോൾ ഡിഫറൻറ്റ് ഹോൾ ഡയമീറ്റേഴ്സ് ഉള്ള വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാൻ നമുക്ക് ഈ ടൈപ്പ് കോൺ മാൻഡറിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സെൻറ്റേഴ്സ്. നമ്മുടെ ലെയ്ത്തിൻ്റെ ടെയിൽ സ്റ്റോക്കിലാണ് നമ്മൾ ഈ സെൻറ്റേഴ്സ് ഫിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ലൈവ് സെൻറ്ററും വരുന്നുണ്ട്, ഡെഡ് സെൻറ്ററും വരുന്നുണ്ട് അല്ലേ. നമ്മുടെ വർക്ക് പീസ് എന്തെങ്കിലും വർക്ക് പീസിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും, ഈ സെൻറ്ററുമായിട്ട് കണക്ട് ചെയ്ത് വെക്കുമ്പോൾ അവിടെ നമുക്ക് ലോങ് ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള വർക്ക് പീസിനെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റഡി ആയിട്ട് അല്ലെങ്കിൽ സിമെട്രിക്കലായിട്ട് റൺ ചെയ്യാനായിട്ട് നമുക്ക് ഈ ടൈപ്പ് സെൻറ്റേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതേപോലെ അടുത്തൊരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസാണ് റെസ്റ്റുകൾ. റെസ്റ്റിൽ 2 ടൈപ്പാണ് പ്രധാനമായിട്ടും വരുന്നത്, ഫോളോ ഓവർ റെസ്റ്റും അതേപോലെ തന്നെ സ്റ്റഡി റെസ്റ്റും. ഓക്കെ, ഫോളോ ഓവർ റെസ്റ്റും ഉണ്ട്, അതേപോലെ സ്റ്റഡി റെസ്റ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ റെസ്റ്റ് യൂസ് ചെയ്യുന്നത് ലോങ് വർക്ക് പീസിനൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാൻ നമ്മൾ റെസ്റ്റ് യൂസ് ചെയ്യുക. റെസ്റ്റ് ഈസ് എ മെക്കാനിക്കൽ ഡിവൈസ് ടു സപ്പോർട്ട് ലോങ് സ്ലെൻഡർ വർക്ക് പീസ് വെൻ ഇറ്റ് ഈസ് ടേൺഡ് ബിറ്റ്വീൻ സെൻറ്റേഴ്സ് ഓർ ബൈ എ ചക്ക്. ഓക്കെ, അപ്പോൾ ചക്കിനകത്ത് വെച്ച് അല്ലെങ്കിൽ സെൻറ്റേഴ്സിന് ഇടയ്ക്ക് വെച്ച് നമ്മൾ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ലോങ് ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ശരിക്കും ഈ റെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് സം ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ്സ് ടു പ്രിവെൻറ്റ് ദ വർക്ക് പീസ് ഫ്രം ബെൻഡിങ് ഡ്യൂ ടു ഇറ്റ്സ് ഓൺ വെയ്റ്റ് ആൻഡ് വൈബ്രേഷൻസ്. ഓക്കെ, സെറ്റപ്പ് ഡ്യൂ ടു ഇറ്റ്സ് കട്ടിംഗ് ഫോഴ്സ്. അപ്പോൾ നമ്മൾ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ടൂളൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ മേലെ നിന്ന് മെഷീനിങ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ആ ടൂളിൻ്റെ ഫോഴ്സ് കാരണം, കട്ടിംഗ് ഫോഴ്സ് കാരണം എന്തെങ്കിലും ചിലപ്പോൾ ആ ഒരു നമ്മുടെ റൊട്ടേറ്റ് ചെയ്യുന്ന വർക്ക് പീസിന് ചിലപ്പം ബെൻഡായി പോകാനോ അല്ലെങ്കിൽ അതിന് അൺസിമെട്രിക്കലായിട്ട് റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് 2 ഭാഗത്തും നമുക്ക് സെൻറ്ററിനെയും നമ്മുടെ ചക്കിൻ്റെയും ഇടയ്ക്കായിരിക്കും വർക്ക് പീസിനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. എന്നാലും ഒരു അഡീഷണൽ ആയിട്ട് ഒരു സപ്പോർട്ടും കൂടി നമുക്ക് കൊടുക്കാനായിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു റെസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിൽ വരുന്ന 2 ടൈപ്പാണ്, ഫോളോ ഓവർ റെസ്റ്റും അതേപോലെ സ്റ്റഡി റെസ്റ്റും. ഓക്കെ, ഇപ്പം നോക്കാം എന്താണ് സ്റ്റഡി റെസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഈ ഫിഗറാണ് നമ്മുടെ സ്റ്റഡി റെസ്റ്റിനെ കുറിച്ച് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ചിലപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ വേണമെങ്കിൽ ഒരു 3 മാർക്കിന് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, സ്റ്റഡി റെസ്റ്റും ഫോളോ റെസ്റ്റും കൂടി എന്ത് ചെയ്യാം ചിലപ്പോൾ 7 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസിലാണ്. കാരണം കുറച്ച് വലിയൊരു ഫിഗർ ആയതുകൊണ്ട് തന്നെ രണ്ടും കൂടി ചിലപ്പോൾ എന്ത് ചെയ്യാം 7 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഫിഗർ ഒന്ന് പഠിച്ചു വെച്ചാൽ നന്നായിരിക്കും. അപ്പോൾ ഈ ഫിഗറിൽ കാണുന്നത് എന്താണ്, ഈ സെൻറ്ററിലുള്ള നമ്മുടെ വർക്ക് പീസാണ്. ഓക്കെ, ഇവിടെ വർക്ക് കാണിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി വരുന്ന ഭാഗമാണ് നമ്മുടെ ആ ഒരു സ്റ്റഡി റെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ പോയിൻറ്റ്സ് നോക്കാം. സ്റ്റഡി റെസ്റ്റ് ഈസ് മെയ്ഡ് ഓഫ് കാസ്റ്റ് അയൺ. It may be made to slide on the lathe bedways and clamped at any desired position where the workpiece needs support. അപ്പോൾ നമുക്ക് വർക്ക് പീസിൻ്റെ ഏത് ഭാഗത്താണോ സപ്പോർട്ട് വേണ്ടത് അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ലെയ്ത്ത് ബെഡിലൂടെ നമുക്ക് ഈ ഒരു സ്റ്റഡി റെസ്റ്റിനെ മൂവ് ചെയ്യിക്കാൻ പറ്റും അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്യിക്കാൻ പറ്റും. ഇറ്റ് ഹാസ് 3 ജോസ്. അതിന് 3 ജോസ് ഉണ്ടായിരിക്കും. ദീസ് ജോസ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് അക്കോർഡിംഗ് ടു ദ ഡയമീറ്റർ ഓഫ് ദ വർക്ക്. നമ്മുടെ വർക്ക് പീസിൻ്റെ ഡയമീറ്റർ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ ജോസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും, ഇതൊരു ജോ ആണ്, ഇതൊരു ജോ, 2ാമത്തെ ജോ, 3rd ജോ. നമുക്കിത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് മേലോട്ടും താഴോട്ടും മൂവ് വയ്ക്കുക. അതുപോലെ ഇതും മേലോട്ടും താഴോട്ടും മൂവ് വയ്ക്കുക, ഇതും മേലോട്ടും താഴോട്ടും മൂവ് വയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് പീസിൻ്റെ സൈസ് അനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മെഷീനിങ് ഈസ് ഡൺ അപ്പോൺ ദ ഡിസ്റ്റൻസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഹെഡ് സ്റ്റോക്ക് ടു ദ പോയിൻ്റ് ഓഫ് സപ്പോർട്ട് ഓഫ് ദ റെസ്റ്റ്. 1 or more സ്റ്റഡി റെസ്റ്റ് മേ ബി യൂസ്ഡ് ടു സപ്പോർട്ട് ദ ഫ്രീ എൻഡ് ഓഫ് ദ ലോങ് വർക്ക്. ഇപ്പോൾ ലോങ് വർക്കൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് 1-ലധികം 1-2 സ്റ്റഡി റെസ്റ്റൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സപ്പോർട്ടിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്താണ് നമ്മുടെ ഫോളോ ഓവർ റെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വർക്ക് പീസ് കാണുന്നുണ്ടായിരിക്കും, ഇതാണ് നമ്മുടെ വർക്ക് പീസ്. ബാക്കി വരുന്ന ഈ ഒരു ഭാഗമാണ് നമ്മുടെ ഫോളോ ഓവർ റെസ്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. നമ്മുടെ കട്ടിംഗ് ടൂളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഫോളോ ഓവർ റെസ്റ്റിൻ്റെ ഫങ്ഷൻസ് എങ്ങനെയൊക്കെയാണ് നോക്കാം. ഇറ്റ് കൺസിഡ്സ് ഓഫ് എ സീ-ലൈക്ക് കാസ്റ്റിംഗ് ഹാവിങ് 2 അഡ്ജസ്റ്റബിൾ ജോസ് ടു സപ്പോർട്ട് ദ വർക്ക് പീസ്. അപ്പോൾ വർക്ക് പീസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 ജോക്കുള്ള സ്ഥാനത്ത് 3 പകരം ഇവിടെ 2 ജോസേ ഉള്ളൂ. ഓക്കെ, ദ റെസ്റ്റ് ഈസ് ബോൾഡ് ടു ദ ബാക്ക് എൻഡ് ഓഫ് ദ കാരേജ്. അപ്പോൾ നമ്മുടെ കാരേജിൻ്റെ ലെയ്ത്ത് കാരേജിൻ്റെ ബാക്ക് എൻഡിലായിരിക്കും, അതായത് അതർ എൻഡിലായിരിക്കും നമ്മൾ ബോൾട്ട് വെച്ചിട്ട് ഈ ഒരു റെസ്റ്റിനെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഡ്യൂറിങ് മെഷീനിങ് ഇറ്റ് സപ്പോർട്ട്സ് ദ വർക്ക് ആൻഡ് മൂവ്സ് വിത്ത് ദ കാരേജ്. സോ ഇറ്റ് ഫോളോസ് ദ ടൂൾ ടു ഗിവ് കണ്ടിന്യൂസ് സപ്പോർട്ട് to the work to be able to machine along the entire length of the work. അപ്പോൾ നമുക്കതിൻ്റെ പേര് പോലെ തന്നെ അത് ഫോളോ ഓവർ റെസ്റ്റ് ആണ്. അപ്പോൾ ഫോളോ ഓവർ റെസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്കറിയാം അവിടെ നമ്മൾ എവിടെ ഫിക്സ് ചെയ്യുന്നത്, കാരേജിൻ്റെ മേലെയാണ് ഫിക്സ് ചെയ്യുന്നത്. ഇതിൻ്റെ അർത്ഥം നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും, നമ്മൾ ടൂള് മൂവ് ചെയ്യുമ്പം അല്ലേ, ടൂള് മൂവ് ചെയ്യുന്ന നമ്മൾ കാരേജ് നീക്കിക്കൊണ്ടാണ് ടൂള് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ കാരേജ് നീക്കുമ്പോൾ എന്തായിരിക്കും, അതിൻ്റെ കൂടെ ഫോളോ ഓവർ റെസ്റ്റും മൂവ് ചെയ്യും. ഇതിൻ്റെ അർത്ഥം എന്താ ചെയ്യും, ഇവിടെ കണ്ടിന്യൂസ് സപ്പോർട്ടാണ് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ നോക്കുക, ടു ഗിവ് കണ്ടിന്യൂസ് സപ്പോർട്ട് to the work to be able to machine
അലോങ് ദ എൻറ്റയർ ലെങ്ത് ഓഫ് ദ വർക്ക്. അപ്പോൾ വർക്കിൻ്റെ എൻറ്റയർ ലെങ്ത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂസ് സപ്പോർട്ട് കിട്ടാനായിട്ട് നമുക്ക് ഈ ഒരു ടൈപ്പ് ഫോളോവർ റഷ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എത്രയാണ് നമ്മുടെ ലെയ്ത്തിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വർക്ക് ഹോൾഡിംഗ് ഡിവൈസുകൾ. അപ്പോൾ ഇത് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതായത് മാൻഡ്രലിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിലായിരിക്കണം ഈ ടോപ്പിക്കിന് പഠിക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെഷീൻ ടൂൾസിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആക്കി. അതുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഓരോ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻസൊക്കെ ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിന് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അടുത്തൊരു ക്ലാസ്സിൽ ഒരു PYQ സെഷൻ പോലെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.